കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് അതിൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എത്തി, തീരുന്ന ഡേറ്റും എത്തി. കുട്ടികൾ എല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നറിയാം. എത്രയും വേഗം റിസൾട്ട് വരട്ടെ, എല്ലാവരും ജയിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്തായാലും നമുക്ക് റിസൾട്ട് വരാൻ ഏകദേശം അടുത്ത മാസം ഒരു 10-ാം തീയതി വരെ ഏറ്റവും കുറഞ്ഞത് പ്രതീക്ഷിച്ചേ പറ്റൂ. നമ്മൾ അതിനു മുൻപ് കൂടുതൽ റിസൾട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇതെല്ലാ വർഷവും ഈ സമയത്തൊക്കെ വരാറുള്ളൂ. ഈ വർഷം അതേപോലെ ഉള്ളൂ. നിങ്ങൾക്ക് ഉള്ള സാധ്യതകൾ ഒരു 80% നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള സാധ്യത കിട്ടും. പിന്നെ ചിലയിടത്തൊക്കെ അഡ്മിഷൻ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്തെന്നിരിക്കും. അതൊക്കെ ഇതിൻ്റെ ഒരു വിധി പോലെ പോകുന്ന സാധനങ്ങളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഏകദേശം ഇപ്പോഴത്തെ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 27-ാം തീയതി തൊട്ടാണ്, ഈ മാസം. ഓക്കെ, ജൂൺ മാസം 27-ാം തീയതി തുടങ്ങി 29-ാം തീയതി കംപ്ലീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്കിതിന് ഉത്തര സൂചിക ആൻസർ കീയും ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം, കാണാൻ പറ്റും. എല്ലാ സബ്ജക്റ്റിൻ്റെയും ആൻസർ കീയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഓക്കെ ആയി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുക. ഇത് എത്ര ദിവസം? 3 ദിവസമേ ഉള്ളൂ. 27, 28, 29 കൊണ്ട് തീരുമാനിക്കും. എല്ലാം തീർന്നിട്ട് പിന്നെ കുറച്ച് ടാബുലേഷൻ പരിപാടികൾ, പിന്നെ അപ്ലോഡിങ്, കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തീർത്ത് എല്ലാം കൃത്യമായോ എന്ന് അറിഞ്ഞിട്ടൊക്കെ അല്ലേ അങ്ങോട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റൂ. ചുമ്മാ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കുട്ടികളുടെ ജീവിതമാണ്. നമുക്കൊന്ന് മാർക്കൊക്കെ മാറിപ്പോയാലുള്ള കുഴപ്പങ്ങൾ അതിലുമാണ്. അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധിച്ചിട്ടേ നിങ്ങളുടെ മുന്നിലോട്ട് കറക്റ്റായി അറിഞ്ഞിട്ടേ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. അതിൻ്റെയൊക്കെ ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ടായിരിക്കും. നമ്മളതിനെ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. എല്ലാം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കെല്ലാം പോകാനുള്ള എല്ലാ അവസരവും കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുക. എല്ലാവരും ജയിക്കട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം. ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.